നമസ്കാരം. ഈ വരുന്ന മാർച്ച് മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ ഏതാണ്ട് രാത്രി 10 മണി വരെ ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സിറ്റിയിലുള്ള വാഷ്വുഡ് ഹീത്ത് അക്കാദമി ഹാളിൽ ഞാൻ ഉണ്ടാവും എന്ന് UK-യിലെ മലയാളികളെ അറിയിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. UK-യിലുള്ള മലയാളികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മിഡ്ലാൻഡ്സിൽ ബർമിംഗ്ഹാമും പരിസര പ്രദേശത്തും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും അവിടെ വരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ 13 വർഷം മുമ്പ് 2012-ൽ ഞങ്ങൾ തുടക്കമിട്ട പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അവാർഡ് നിശയാണ് അന്ന് നടക്കുന്നത്. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുക, കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുക, മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പടിയും ഒപ്പനയും തിരുവാതിരയും അടങ്ങുന്ന വളരെ കലാമൂല്യമുള്ള പരിപാടികൾ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് 8-ാം തീയതി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ അവാർഡ് നൈറ്റ് ബർമിംഗ്ഹാമിൽ നടക്കുന്നത്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. ആർക്കും ടിക്കറ്റ് എടുക്കേണ്ടതില്ല, വന്നാൽ മതിയാവും പരിപാടിയിൽ കാണാം. എന്നാൽ ഏതാണ്ട് 400-500 പേർക്ക് മാത്രമേ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ട് വരുന്നവർ 3-3:30 തന്നെ വരാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം കോളേജിൻ്റെ ഹാളാണ്. ഇത് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് അല്ല. പ്രേക്ഷകർക്കറിയാം, ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് കഴിഞ്ഞ 10 വർഷത്തിലധികമായി UK-യിൽ നടന്നു വരുന്നു. അത് 3000 മുതൽ 5000 പേർ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. കഴിഞ്ഞ തവണ അത് നടന്നത് ലെസ്റ്ററിലാണ്. ഇക്കുറി അത് നടക്കാൻ പോകുന്നത് ജൂലൈ മാസം 5-ാം തീയതി പീറ്റർബറോയിലാണ്. പുതുതായി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റി ഫൗണ്ടേഷൻ്റെ അവാർഡ് നൈറ്റ്. ചാരിറ്റി ഫൗണ്ടേഷൻ അവാർഡ് നൈറ്റ് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റിനേക്കാൾ ചെറുതായിരിക്കും, ചെറിയ വെന്യൂ ആയിരിക്കും, കുറച്ച് സമയമുണ്ടാവും. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് രാവിലെ ഏതാണ്ട് 11 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ഒരു 10 മണി വരെ. ഇതൊരു 3 മണി കഴിഞ്ഞ് തുടങ്ങും. ഒരു 9 മണിക്ക് മുമ്പ് തീർക്കണമെന്നാണ് ആഗ്രഹം. പൂർണ്ണമായും സൗജന്യമാണ്, ആർക്ക് വേണമെങ്കിലും വരാം. UK-യിലെ പ്രഗത്ഭരായ മലയാളി കലാകാരന്മാരുടെ വിവിധ ഇനം നൃത്തരൂപങ്ങൾ, അതിനിടയിൽ ചാരിറ്റി മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന അവാർഡ് ദാന ചടങ്ങ്. പ്രധാനമായും അവാർഡ് കൊടുക്കുന്നത് UK-യിലെ മലയാളികൾക്കിടയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ശ്രദ്ധേയമായ 2 പേർക്ക് ചാരിറ്റി പുരസ്കാരം കൊടുക്കും. ഒന്ന് മെഡിക്കൽ പ്രൊഫഷണലിൽ പണിയെടുക്കുന്നവർക്കാണെങ്കിൽ, രണ്ടാമത്തേത് മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അങ്ങനെ 2 സീനിയർ അവാർഡ് കൊടുക്കും. അവരെ തെരഞ്ഞെടുത്തിട്ടില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. രണ്ടാമത് 2 അവാർഡുള്ളത് ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലാണ്. ജൂനിയർ ആയിട്ടുള്ള ആളുകൾ, അതായത് സ്കൂളിൽ പഠിക്കുന്നവർ, യൂത്ത് വിഭാഗത്തിൽ കൗമാരക്കാരോ യുവജനങ്ങളായിരിക്കുന്നവരായവർക്കുള്ള അവാർഡ്. അങ്ങനെ 4 പുരസ്കാരമുണ്ട്. കൂടാതെ UK-യിലെ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മലയാളി അസോസിയേഷനുകളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന, ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അസോസിയേഷൻ അവാർഡ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു അസോസിയേഷൻ അല്ലാതെ ചാരിറ്റി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയ്ക്കും അവാർഡുണ്ട്. ഈ 6 അവാർഡുകളാണ് പ്രധാനമായും അവാർഡ് ദാന ചടങ്ങിൽ കൊടുക്കുന്നത്. ഈ അവാർഡുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അവാർഡ് കമ്മിറ്റി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തിയ എല്ലാ ഫണ്ട് റേസിംഗ് പരിപാടികളിലും നേതൃത്വം കൊടുത്തു. 3 സ്കൈ ഡൈവിങ്ങിലും 3 പീക്കിലും ഒക്കെ പങ്കെടുത്ത ഒരു ഫാദർ ജോർജ് പുത്തൂരുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളൊരു സ്പെഷ്യൽ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനത്തിന് എക്കാലത്തും അദ്ദേഹത്തിന് സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്പെഷ്യൽ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ സ്കൈ ഡൈവിംഗ് ഇവന്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ശേഖരിച്ച 2 പേർക്ക്, സാബു നോയലിനും ഷൈനു ക്ലെയർ മാത്യൂസിനും ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പുരസ്കാരം കൊടുക്കുന്നു. ഇത്രയും പുരസ്കാരങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സുന്ദരമായ ഒരു സായം സന്ധ്യയാണ് ഞങ്ങൾ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നത്. മുഴുവൻ സമയവും ആളുകൾക്കിടയിൽ ഞാനുണ്ടാവും. കാരണം സ്റ്റേജിൽ ഒരു പണിയും എനിക്ക് കുറയില്ല. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രധാന സംഘാടകൻ എന്ന നിലയിൽ ഓടി നടക്കേണ്ടി വരും. ഇതിൽ എനിക്കൊരു റോളുമില്ല. ചാരിറ്റി ഫൗണ്ടേഷൻ നേരിട്ടാണ് നടത്തുന്നത്. സാബു ചൂണ്ടക്കാട്ടിൽ നിന്ന് അതിരമ്പുഴക്കാരൻ, മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന ആളാണ് ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ. സാബുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ബർമിംഗ്ഹാമിലുള്ള ജഗദീഷ് നായരാണ് ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നത്. കേരള വേദി ബർമിംഗ്ഹാം, എഡിംഗ്ടൺ മലയാളി അസോസിയേഷൻ, മിഡ്ലാൻഡ്സ് കേരള കൾച്ചറൽ അസോസിയേഷൻ, ബർമിംഗ്ഹാം ഹിന്ദു സമാജം, സട്ടൺ കോൾഡ്ഫീൽഡ് ഇന്ത്യൻ അസോസിയേഷൻ എന്നീ 5 സംഘടനകളോട് സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 5 സംഘടനകളുടെയും നേതൃത്വവും പ്രവർത്തകരുമൊക്കെ ഈ അവാർഡ് നൈറ്റ് സമ്പന്നമാക്കാൻ വേണ്ടി ഇതോടൊപ്പമുണ്ട്. സോജൻ നമ്പ്യാപറമ്പിൽ, ജോർജ് എടത്തുവ, രശ്മി പ്രകാശ്, സനൽ പണിക്കർ, നോബിൾ കുര്യൻ, ജോർജ് മാത്യു, മാർട്ടിൻ കെ ജോസ്, മനോജ് മാത്യു തുടങ്ങിയ ധാരാളം പേർ, ഏതാണ്ട് 50-ലധികം പേർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഞാൻ പേര് വിവരങ്ങൾ പറയുന്നില്ല. ലൈഫ് ലൈൻ ഇൻഷുറൻസ് കമ്പനിയും ഏലൂർ കൺസൾട്ടൻസിയുമാണ് പ്രധാന സ്പോൺസർമാർ. ഒപ്പം ടിഫിൻ ബോക്സിന്റെ സ്പോൺസർഷിപ്പുമുണ്ട്. ഞങ്ങൾ ഒരു 3000 പൗണ്ടിൽ താഴെ ചെലവ് നിൽക്കുന്ന തരത്തിലുള്ള ചെറിയ പ്രോഗ്രാമാണ്. പരിപാടി അവതരിപ്പിക്കുന്ന ആർക്കും പ്രതിഫലം കൊടുക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ 15 വർഷം പൂർത്തിയാക്കിയത് 2012-ൽ തുടങ്ങിയതാണ്. ഇതിനോടകം 15 കോടി രൂപ UK-യിലെ മലയാളികളിൽ നിന്നും ശേഖരിച്ച് നിയമപരമായി അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് ഒരു പരാതിയും കേൾപ്പിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. UK-യിലെ മലയാളികൾ ആരെങ്കിലും മരിച്ചാൽ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് അടക്കമുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനാണ്.
എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കണക്കാക്കുന്നത് ഇതിന് തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ട്രസ്റ്റിൻ്റെ ഭാഗമല്ല, എങ്കിലും അത് ഭംഗിയായി പോകുന്നു. ഈ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ബ്രിട്ടനിലേക്ക് പോകുന്നുണ്ട്. അന്ന് ഞാൻ താരതമ്യേന ഫ്രീ ആയിരിക്കും, ആളുകൾക്കിടയിൽ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും വരാം, സംസാരിക്കാം, ആശയ സംവാദം നടത്താം. UK താമസിക്കുന്ന എല്ലാ മലയാളികളെയും ബർമിംഗ്ഹാമിൽ മാർച്ച് 8 നടക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ ആദ്യത്തെ അവാർഡ് നൈറ്റിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.